ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാർത്തികയും ലക്ഷ്മി അമ്മയും കൂടിയിട്ട് കാർത്തികയുടെ വീട്ടിലേക്ക് തിരികെ വരികയാണ്. അങ്ങനെ അവർ അകത്തേക്ക് കടക്കുന്നുണ്ട്. ആ സമയമാണെങ്കിൽ ഗംഗ അവർ വരുന്നത് CCTV-യിൽ തൻ്റെ ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നോക്കി എന്ന് സ്റ്റെഫിയോട് പറയുന്നുണ്ട്. ഇപ്പോൾ സ്റ്റെഫി വന്ന് നോക്കുമ്പോൾ ഇതെങ്ങനെയാടാ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവർ ആ വീട്ടിലേക്ക് വരുന്നതും പോകുന്നതും അവരെവിടെ പോയാലും ഞാൻ അറിയും. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് അവരുടെ വീട്ടിൽ കയറിയില്ലേ, അപ്പോൾ ഞാൻ അവിടെ ഒരു ചിപ്പി ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത് കാണാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും അവരവിടേക്ക് തിരിച്ചു വന്നത് നമുക്ക് എളുപ്പമായില്ലേ എന്നിങ്ങനെ സ്റ്റെഫി ചോദിക്കുമ്പോൾ, എളുപ്പമെന്നൊന്നും പറയാനില്ല, കാരണം നമ്മൾ അവിടേക്ക് പോകുന്ന അത്ര സേഫ് അല്ല, നമ്മളെ കൂടുതൽ നിരീക്ഷിക്കുന്നുണ്ടാവും, അവിടെ കൂടുതൽ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാവും പോലീസിൻ്റെ എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും അവരവിടെ വന്നില്ലേ, ഇനി നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്കിനി എത്രയും വേഗം തന്നെ പുതിയ വേഷത്തിലേക്ക് മാറണം എന്ന് പറയാണ്. നീ ഏത് വേഷമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ ഇപ്പോൾ മണ്ഡലകാലമല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് വേഷം മാറണം, കറുപ്പ് സ്വാമിമാരുടെ വേഷം അണിഞ്ഞിട്ട് മുടിയും താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ളൊരു വേഷമായിരിക്കണം ഇനി ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, നീ എന്ത് തീരുമാനിച്ചാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, നമ്മളെ എന്തായാലും വേഷം മാറിയിട്ട് പിടിച്ചൊന്നുമില്ലല്ലോ എന്നിങ്ങനെ സ്റ്റെഫി പറയുമ്പോൾ, അതൊന്നും പറയാൻ പറ്റില്ല, കാരണം അന്ന് കണ്ടില്ലേ ആ കിരൺ, അവനെ പേടിക്കണം, അവൻ നമ്മളെ സംശയിച്ചത് കണ്ടില്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് എന്തായാലും അവരെ തീർക്കണം, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ നടക്കുന്നത്, അപ്പോൾ അതിനി എളുപ്പമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വേണ്ട, ഒന്നെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ കാറിൽ ഒരു സ്ഥലം കണ്ടെത്തണം, ഇല്ലെങ്കിൽ അവരെ വീട്ടിലേക്ക് പോകുന്ന ആരുടെയെങ്കിലും കാറിൽ നമുക്ക് സ്ഥാനം പിടിക്കണം, അവസരങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറയുകയാണ്. അതുമല്ലെങ്കിൽ കല്യാണത്തിന് അവിടെ എത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ, നമുക്ക് ഈ വേഷത്തിൽ നമുക്ക് വൃശ്ചികം 1-ൻ്റെ അന്ന് കല്യാണിയും അതുപോലെ അവൾ എന്തായാലും അമ്പലത്തിലേക്ക് വരും, മണ്ഡലകാലമല്ലേ, അപ്പോൾ കൂടെ കാർത്തികയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ലക്ഷ്മിയമ്മയും ഉണ്ടാകും. അപ്പോൾ ഈ വേഷത്തിൽ നമുക്ക് ഇറങ്ങിയിട്ട് അവരെ നമുക്ക് അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാലോ എന്നിങ്ങനെ പറയുമ്പോൾ, അത് നല്ല കാര്യമാണ് എന്നുള്ള കാര്യം അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശൻ അപ്പോൾ അമ്പലത്തിൽ കല്യാണിയും പ്രകാശനും കൂടി തൊഴുതു നിൽക്കുന്നുണ്ട്. പ്രകാശൻ മാല, അതായത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ വസ്ത്രമൊക്കെ മാറിയിട്ടുണ്ട്, അപ്പോൾ കറുപ്പൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് പൂജാരി വരുന്നുണ്ട്. പൂജാരി മാല പൂജിച്ചിട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് 1-ാം തീയതിക്ക് മുന്നേ തന്നെ തീരുമാനിച്ചില്ലേ, മാലയിടാൻ തീരുമാനിച്ചില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ മൂത്ത മകളുടെ കല്യാണമല്ലേ, അറിഞ്ഞില്ലേ, വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അതൊക്കെ ഒന്ന് ഭംഗിയായി നടക്കണം, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ മല കയറിയിട്ടുണ്ട്, അതെൻ്റെ മകന് വേണ്ടിയിട്ടാണ്, ഇതിപ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് കല്യാണിയെ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം പൂജാരി പറയുന്നുണ്ട്, മകന് വേണ്ടി ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, മകൻ്റെ സ്വഭാവമൊക്കെ അറിയാവുന്നത് കൊണ്ട് ദൈവം അത് കൈക്കൊള്ളില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മാല കൊടുത്ത് തിരികെ നമ്മുടെ പ്രകാശൻ ദക്ഷിണയും കൊടുത്ത് പൂജാരി അവിടെ നിന്നും പോകുന്നുണ്ട്. കണ്ണുമടച്ച് നിന്നിട്ട് എൻ്റെ മക്കൾക്ക് ആപത്തൊന്നും വരുത്തല്ലേ ഈശ്വര എന്ന് മനസ്സറിഞ്ഞ് പ്രകാശൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ കാർത്തികയെയും ലക്ഷ്മിയമ്മയും തന്നെയാണ് കാണിക്കുന്നത്. അവരങ്ങനെ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, എന്തായാലും അന്ന് അവൻ വന്നത് വീടിൻ്റെ പുറകിലൂടെയാണ്, വാതിൽ പൂട്ട് പൊളിച്ചിട്ട് അതൊക്കെ നമ്മുടെ കിരൺ ശരിയാക്കിയിട്ടുണ്ട്, ഇനി എന്തായാലും അവൻ പുറകിലൂടെയൊന്നും പൂട്ടൊന്നും അവൻ പൊളിക്കാൻ സാധിക്കില്ല, അപ്പോൾ എന്തായാലും അവനെ പേടിക്കണം മോളെ, നമുക്ക് റൂമിലൊക്കെ അവൻ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കണമെന്ന് പറയുമ്പോൾ, അവനെ എങ്ങനെ അറിയാം അമ്മേ നമ്മളിവിടേക്ക് വരുന്ന കാര്യം, നമ്മൾ എന്തായാലും ഇവിടേക്ക് വരുമെന്ന് അവൻ അറിയില്ലേ, അവൻ അങ്ങനെയുള്ളവനാണ് എന്ന് പറയുമ്പോൾ, ശരി അമ്മേ നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് തന്നെ
നമ്മുടെ കല്യാണി വിളിക്കുകയാണ്. കല്യാണി അപ്പോൾ ഓഡിറ്റോറിയത്തിൽ അവിടെ നിന്നിട്ട് ആ ഒരു സമയത്ത് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്താ അമ്മേ കാർത്തികേ, നിങ്ങൾ എന്താ കാർത്തിക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ചേച്ചി എന്തിനാ അങ്ങോട്ട് പോയത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കല്യാണി. അപ്പോൾ ആ സമയം ഞാനല്ല മോളെ, അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്താണ് ലക്ഷ്മി അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, നിങ്ങൾക്ക് ഭീഷണി ഉള്ളതല്ലേ, അവിടെ ഒറ്റയ്ക്ക് താമസിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സാരില്ല മോളെ, എന്തായാലും ഞങ്ങൾ കാരണം ദീപയുടെ ജീവൻ പോയി, ഇനി മറ്റൊരു ദുരന്തത്തിന് ഞങ്ങൾ കാഴ്ചക്കാരാവാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചോളാം, മോളുടെ കല്യാണം വരെ ഞങ്ങൾ ഇവിടെ താമസിച്ചോളാം, എന്നാൽ ശരി മോളെ എന്നും പറഞ്ഞിട്ട് കല്യാണി കൂടുതലൊന്നും സംസാരിപ്പിക്കാൻ അവരനുവദിക്കുന്നില്ല. വേഗം ഫോൺ കട്ട് ചെയ്യുകയാണ്. കല്യാണിക്ക് അതിന് വിഷമാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മ പറയുകയാണ്, കല്യാണിക്ക് വിഷമായെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുകയാണ്. നമ്മളെടുത്ത തീരുമാനം നല്ലത് തന്നെയാണെന്നൊക്കെ കാർത്തികയും പറയുന്നുണ്ട്. എന്തായാലും വാ മോളെ റൂമുകളിലേക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവരങ്ങനെ റൂമുകളിൽ നോക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷമാണ് കേട്ടോ ഈ പറയുന്ന പ്രകാശനും കല്യാണിയും അമ്പലത്തിൽ തൊഴുതു നിൽക്കുന്ന ഭാഗം. ഞാനത് ആദ്യം പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. പിന്നീട് കാണിക്കുന്നത് ഈ കാർത്തികയും ലക്ഷ്മി അമ്മയും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ വീടിന്റെ ബെല്ലടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി കാർത്തികയോട് പറയുന്നുണ്ട്, മോളെ വാതിൽ തുറക്കല്ലേ കേട്ടോ എന്ന് പറയും. ഇല്ല അമ്മേ, ഞാൻ ജനൽ വഴി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ നോക്കുമ്പോൾ ദിലീപേട്ടനാണ് അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേഗം ചെന്ന് വാതിൽ തുറന്ന് കൊടുക്കുകയാണ്. അങ്ങനെ അവൻ അകത്തേക്ക് കയറി വാതിൽ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയാണ്, മോനെ വാതിലൊന്നും തുറന്നിടാൻ പറ്റാത്ത അവസ്ഥയിലാണ്, അറിയാലോ എന്ന് പറയുമ്പോൾ അറിയാം അമ്മ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇല്ല മക്കളെ, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, അപ്പോൾ നിങ്ങൾ എന്താ ഇത്ര ധൈര്യമില്ലാതിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാർത്തിക പറയാണ്, ദിലീപേട്ട, ഞങ്ങൾ ദിലീപേട്ടനെ ഒരു കാരണവശാലും നിർബന്ധിക്കില്ല കല്യാണത്തിന് വേണ്ടിയിട്ട്. ദിലീപേട്ടൻ ഒഴിയുന്നെങ്കിൽ ഒഴിയാം, കാരണം ഞങ്ങൾക്ക് അവനെ ശരിക്കും അറിയാം എന്ന് പറയുകയാണ്. നിങ്ങൾ ഇത്ര ധൈര്യമില്ലാതെ ആയിപ്പോയല്ലോ. ഞാൻ കിരണിനെ വിളിച്ചായിരുന്നു. കിരൺ പറഞ്ഞത് അവനെ കിട്ടിക്കഴിഞ്ഞാൽ കൊന്നു കളയുമെന്നാണ്. അവരൊക്കെ എന്തൊരു ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് നമ്മുടെ ദിലീപ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കല്യാണി അങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവൾ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ അമ്മയുടെ കർമ്മം കഴിഞ്ഞതിന് ശേഷം അവൾ പറഞ്ഞത് അവനെ എത്രയും വേഗം കൊല്ലണം എന്നൊരു വാക്ക് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നെ ഇന്നലെ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു, ആ ഗംഗപ്രസാദിൻ്റെ ആയിരുന്നു, അൺനോൺ നമ്പർ ആയിരുന്നു എന്ന് ദിലീപ് പറയാണ്. എന്നിട്ട് എന്താ മോനെ പറഞ്ഞത് അവൻ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ, കല്യാണത്തിൽ നിന്നും പിന്തിരിയണമെന്നും ഇല്ലെങ്കിൽ ആയുസ് കുറയുമെന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ ഇത്രയും നാളും ജീവിച്ചു കൊള്ളാമെന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടില്ല എന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്തു അവനോട് എന്ന് ദിലീപ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മോനെ പറയുന്നത്, മോൻ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് നിങ്ങൾ ആരും ഒന്നും പേടിക്കേണ്ട, എനിക്ക് കാർത്തികയെ ഒരുപാട് ഇഷ്ടമായി, ഞാൻ ഇവളെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും, അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള നിങ്ങൾ ഇതിനെ കുറിച്ച് ആലോചിക്കേണ്ട. ഇനിയിപ്പോൾ കല്യാണം നടന്നില്ല എന്ന് തന്നെ വിചാരിക്കട്ടെ, അവൻ നിങ്ങളെ കൊല്ലാതിരിക്കും, അവൻ്റെ ഭീഷണി കുറയോ, അതൊക്കെ എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ കല്യാണ വിളിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ്, അങ്ങനെ ഇവിടെ കയറിയതാണ് എന്ന് പറയുന്നുണ്ട്. ശരി മോനെ, അപ്പോൾ എന്നാൽ കാണാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും സൂക്ഷിക്കണേ മോനെ എന്ന് പറയുമ്പോൾ ശരി എന്നും പറഞ്ഞ് നമ്മുടെ ദിലീപ് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ലക്ഷ്മിയമ്മ കാർത്തികോട് പറയുന്നുണ്ട്, നല്ല മോനാണ്, നല്ല മനസ്സുള്ള മോനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെ എന്നും പറഞ്ഞ് അവരങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശനാണെങ്കിൽ കാർത്തികയുടെ കല്യാണക്കത്ത് നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അച്ഛൻ എങ്ങനെ ഇരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ കാർത്തികയുടെ കല്യാണക്കത്ത് നോക്കിയിരുന്നതാണ്. ഇതിലിത് പുതുതായിട്ട് അന്നത്തെ കല്യാണം നടക്കാൻ പറ്റിയില്ല, ഇത് പുതുതായിട്ട് ഡേറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇതിൽ ദീപയുടെ പേരുണ്ട്, അതിലും ദീപയുടെ പേരുണ്ടായി, പക്ഷേ ഇതിൽ ദീപയുടെ ലേറ്റ് ദീപ എന്നാണ് അടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ പ്രകാശൻ സങ്കടപ്പെടുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അത് ബൈജു ഒക്കെ പോയി ചെയ്തതായി, അവൻ അതിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോൾ കാദംബരിയും പറയുന്നുണ്ട്, അതെ രതീഷേട്ടനും കൂടെ പോയിരുന്നു, അവർ ചിലപ്പോൾ അതിനെപ്പറ്റി ഓർത്തിട്ടുണ്ടാവില്ല അച്ഛ എന്ന് പറയാണ്. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രകാശൻ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കൂടെ ലക്ഷ്മി 2 വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, 25 വർഷം എൻ്റെ കൂടെ ജീവിച്ച ദീപയാണ്. അവള് പൂജാരി ഒരു ആൾ എന്നോട് പറഞ്ഞില്ലേ പെൺകുട്ടികൾ ശാപമാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ, അതിന് ശേഷമാണ് ഞാൻ അവളെ വെറുത്തു തുടങ്ങിയത്. അതുവരെ എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ അറിയാലോ, അവൾക്ക് മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോട് അവൾക്ക് ഇഷ്ടമായിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പശുക്കളെ വിൽക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അവൾ അനുവദിച്ചില്ല. വേണ്ട പ്രകാശേട്ട എന്നാണ് എന്നോട് പറഞ്ഞത്.
പിന്നെ അമ്മയ്ക്കും അതുപോലെ തന്നെ വിക്രത്തിനും വേണ്ടി ഞാൻ അവളോട് ഒരുപാട് തല്ലുകൂടിയിട്ടുണ്ട്. പക്ഷെ എല്ലാം അവൾ മൂഖമായി കേട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ മോളുടെ കാര്യം അറിയാലോ, പശുക്കളുടെ കാര്യവും പാല് കറക്കുന്നതും കൊണ്ട് വിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും മോളായിരുന്നു ചെയ്തിരുന്നത്. മോളോട് ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നത് എന്താണെന്നൊക്കെ അറിയാലോ. പശുക്കളെ വിൽക്കുന്ന കൂട്ടത്തിൽ മോളെയും വിൽക്കണമെന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കാശ് മേടിക്കാമേ. അത്രയ്ക്ക് ദുഷ്ടനായിരുന്നു ഞാൻ നിന്നോട് മിണ്ടിയില്ല, നിന്നോട് സംസാരിക്കില്ലെങ്കിലും നീ എന്തെല്ലാം ചെയ്തിരുന്നു എന്ന കാര്യം എനിക്കറിയാമായിരുന്നു. നീ പാല് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് കുടുംബത്തെ സാമ്പത്തിക നില, കുടുംബത്തുള്ള കാര്യങ്ങളെല്ലാം നീ ചെയ്തിരുന്നു എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട്, എന്തിനാച്ചാ ഇപ്പോൾ അതൊക്കെ പറയുന്നത്? ഇല്ല മക്കളെ, അമ്മ പോയെങ്കിലും എനിക്കിതൊന്നും മറക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഓർമ്മ വരികയാണ്, തേട്ടി ഇങ്ങനെ എടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ അതൊക്കെ വിടുക, അച്ഛൻ കഴിക്കാൻ വന്നേ എന്ന് കാദംബരി പറയുമ്പോന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയാണ്, വേണ്ട മക്കളെ, എനിക്ക് വിശപ്പൊക്കെ നശിച്ചു പോയി എന്ന് പറയാണ്. അത് പറഞ്ഞാൽ പറ്റില്ല, അച്ഛൻ കഴിച്ചില്ലെങ്കിൽ ഇവളും കഴിക്കില്ല എന്ന് കല്യാണിയെ നോക്കിയിട്ട് നമ്മുടെ കാദംബരി പറയുമ്പോൾ, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഭക്ഷണം എടുത്ത് വെച്ചോ, ഞാൻ കൂട്ടിയിരിക്കാമെന്ന് പറയാണ്. കൂട്ടിയിരിക്കേണ്ട, അച്ഛൻ കഴിച്ചാൽ മതി എന്ന് കല്യാണി പറയുമ്പോൾ, എന്നാൽ ശരി, എന്നാൽ എടുത്ത് വെക്കും, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പ്രകാശനകത്തേക്ക് വിഷമത്തോടു കൂടി പോകുന്നുണ്ട്. എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.